ഇത് 2005 ഒരു ഫോട്ടോ ആണ്. ഇതിൽ ആ കൊച്ചുകുട്ടിയുടെ കൂടെ 3 ജനപ്രിയരായ നേതാക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യത്തേത് കേരളത്തിൻ്റെ ജനപ്രിയ നേതാവും കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മലങ്കര സഭയുടെ സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറാണ്. രണ്ടാമത്തേത് ജനങ്ങളുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. മൂന്നാമത്തത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലേ അത് കാണുള്ളൂ, ആ കുട്ടിയുടെ പുറകിലാണ്. മലങ്കരയുടെ സൂര്യ തേജസ് എന്നും ഏഞ്ചൽ ബാവ എന്നും അറിയപ്പെടുന്ന മലങ്കര സഭയുടെ 6ാം കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ മൊറാൻ മാർ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് 2ാമൻ കാതോലിക്ക ബാവ. ഇവരൊക്കെ ഒരു പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒന്നിച്ചു വന്നതാണ്. മലങ്കര സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഒരു പ്രസ്ഥാനമാണ് കോട്ടയത്തുള്ള മാർ ഗ്രിഗോറിയോസ് കാരുണ്യ നിലയം. ഭാഗ്യസ്മരണീയനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം നിർധനരായ ക്യാൻസർ രോഗികൾക്ക് വളരെ ആശ്വാസമാണ്. അവർക്ക് പല വിധത്തിലുള്ള കൈത്താങ്ങലുകൾ, ഭക്ഷണം, മരുന്ന്, താമസം തുടങ്ങിയ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് വളരെയധികം ജനങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. 2005 ഈ പ്രസ്ഥാനത്തിൻ്റെ 10ാമത്തെ വാർഷികമായിരുന്നു. ആ സംരംഭത്തിൽ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങിയായിരുന്നു. ആ പ്രോജക്റ്റിൻ്റെ പേരാണ് ലൈറ്റ് ഓഫ് ലൈഫ്. ക്യാൻസർ രോഗം ബാധിച്ച കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയുള്ളൊരു പ്രോജക്റ്റായിരുന്നു. 100 കുട്ടികൾക്കുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ 11ാമത്തെ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ആ പ്രോജക്റ്റിൻ്റെ ആ ഒരു നല്ല തുടക്കത്തിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ കണ്ടത്. ഇതുപോലെ ജനങ്ങളെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ നേതാക്കൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് ജൂലൈ മാസത്തിലാണ്. ശ്രീ ഉമ്മൻചാണ്ടി സാർ 18ാം തീയതിയും ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ 27ാം തീയതിയാണ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. ഇവരുടെ ഈ ഓർമ്മ ദിവസം അടുക്കുമ്പോൾ ഇവർ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളെയും ഓർത്ത് നന്ദിയോടെ ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.